ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു ടോപ്പിക് എടുത്ത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഇത് പിന്നെയും ചെയ്യാനുള്ള കാരണം എന്റെ ഇൻബോക്സിൽ കുറച്ച് ദിവസമായിട്ട് പിന്നെയും ആ ചോദ്യം കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് വന്ന് പഠിക്കുന്നത് വർത്താണോ, അല്ലെങ്കിൽ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ആൻസർ കൊടുക്കാന്ന് പറയുന്നത്, മെസ്സേജ് ചെയ്യാന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡേറ്റകളും കുറച്ച് റിപ്പോർട്ടുകളുടെ ഒക്കെ ബേസിസിൽ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് നോക്കാം. എന്നിട്ട് ഇത് വെർത്താണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ UK ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എടുത്തൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു 2019 ശേഷമാണ് ഇത്രത്തോളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് UK വന്നു തുടങ്ങിയത്. 2021, 24 ഈ ഒരു ടൈം പീരീഡ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ ഒരു 274% ഇൻക്രീസ് ആണ് വന്നേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ അതില് ഒരു 42% വന്നിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് കേട്ടോ. പിന്നെ അതിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ഈ വന്നിരിക്കുന്ന സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ പേര് എൻറോൾ ചെയ്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഏരിയാസ് ആണ്. അപ്പോൾ ഈ 2019 മുന്നേ ഉള്ള ഒരു കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അന്ന് ആ ഒരു ടൈം പീരീഡിൽ കൂടുതൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് ചൈനീസ് സ്റ്റുഡൻസ് ആണ്, ചൈനയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്. ഞങ്ങള് ഇവിടെ വന്ന് താമസിച്ച സ്ഥലം ഷെഫീൽഡ് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂടുതൽ പേരും ചൈനീസ് ആയിരുന്നു. അപ്പൊ അവരോട് സംസാരിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചൈനീസ് സ്റ്റുഡൻസ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് പഠിക്കുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക, ലേൺ ചെയ്യുക, തിരിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷേ വേറെ കൺട്രീസിൽ നിന്ന് വരുന്ന മീൻസ് ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നൈജീരിയ അങ്ങനെ തുടങ്ങിയ കൺട്രീസിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരു ജോബ് കണ്ടുപിടിച്ച് സ്പോൺസർഷിപ്പ് കിട്ടി ഇവിടെ സെറ്റിൽ ആവുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം, ഇത്രത്തോളം ഒരു ഇൻക്രീസ് 2021 to 24 ടൈം പീരീഡിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാവരും സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം കോമ്പറ്റീഷൻ ഇന്ന് UK ജോബ് മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾ UK വരുന്ന വർഷം 2022 കേട്ടോ. ആ വർഷമാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് UK വന്നത്. അതിനൊരു മെയിൻ കാരണം ഉണ്ടായിരുന്നു, ആ ഒരു ടൈമിൽ നമുക്ക് ഡിപ്പെൻഡന്റിനെ കൂടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള സ്റ്റുഡൻസ് മെയിൻ ആയിട്ടും കണ്ട ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഡേറ്റകൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, 2024 മാത്രം UK ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഏതാണ്ട് 3,93,000 സ്റ്റുഡന്റ് വിസകളാണ്. അപ്പൊ അതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ അതിലും കൂടുതലായിരിക്കും. മുന്നേ ഉള്ള വർഷങ്ങളിൽ വേറൊരു കാര്യം, ആ സ്റ്റുഡൻസ് വന്ന പോലെ തന്നെ അതിനനുസരിച്ച് അത്രയും നമ്പർ ഡിപ്പെൻഡൻസും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ള ജോബ് മാർക്കറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ആവാൻ പോകുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കൊരു കോഴ്സ് എടുത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതിനെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഗ്രാജുവേറ്റ് വിസയിൽ നിൽക്കുന്ന സമയത്ത് എത്രത്തോളം നമുക്കൊരു ജോബ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. 2024 ഏപ്രിൽ മുതലാണ് ഈ ന്യൂ വിസ റൂൾസ് ഇംപ്ലിമെന്റ് ആയത്. സാലറി ത്രെഷോൾഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനുശേഷം അറൌണ്ട് ഒരു 53% എംപ്ലോയേഴ്സ് ഈ ഒരു സാലറി ത്രെഷോൾഡ് വെച്ചിട്ട് വിസ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ആ റൂളിന് ശേഷം അറൌണ്ട് ഒരു 38% ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ കുറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ വരുന്ന വേറൊരു കണക്ക് എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു 17,000 ഗ്രാജുവേറ്റ് വേക്കൻസീസ് നമുക്കുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണം അറൌണ്ട് ഒരു 1.2 മില്യൺ ആണ്. അപ്പോൾ അത്രത്തോളമാണ് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഏറെക്കുറെ നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ, എത്രത്തോളം ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടിയിട്ട് അറൌണ്ട് ഒരു 140 അല്ലെങ്കിൽ 200 ആപ്ലിക്കേഷൻസ് ആണ് വരിക എന്നാണ് പറയുന്നത്. അതെനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ടിംഗ്ഹാമിലാണ്. ഡെർബി NHS മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ പോയി അറ്റൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂല് അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഒറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ആ ഒരു ഒറ്റ വേക്കൻസിക്ക് വേണ്ടിയിട്ട് 200 ആപ്ലിക്കേഷൻസ് ആണ് അവർക്ക് കിട്ടിയത്. അതിൽ 12 പേരെയാണ് അവർ ഇന്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്.
അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവുമല്ലോ ഒരു വേക്കൻസിക്ക് വേണ്ടി എത്രത്തോളം ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത്, എത്രത്തോളമാണ് ആ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളത്. ഇനിയിപ്പോ നമ്മൾ IT സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണം ഏതാണ്ട് ഒരു 205ഓളം ആപ്ലിക്കേഷനുകളാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡേറ്റകളുടെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ടൈംസിന്റെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും ഈ വിവരങ്ങളെല്ലാം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് വരുന്ന സ്റ്റുഡൻസിന്റെ നമ്പറിൽ ഒരു 43% എബോവ് വരുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ എൻറോൾ ചെയ്യപ്പെടുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡാണ്. മറ്റുള്ള കോഴ്സുകളൊക്കെ അതിൽ താഴെ വരുള്ളൂ. ഏറ്റവും കൂടുതൽ എൻറോൾ ചെയ്യുന്ന ഒരു കോഴ്സ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അതിന്റെ റീസൺ നമുക്കറിയാം. പാസ്സാവാൻ കുറച്ചും കൂടെ എളുപ്പമാണ്, അതുപോലെ അഡ്മിഷൻ കിട്ടാൻ എളുപ്പമാണ്. കാരണം സീറ്റുകളൊക്കെ ചവർ പോലെ ഉണ്ട് മറ്റുള്ള കോഴ്സുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടാൻ എളുപ്പമാണ്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ വേറെ കോഴ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫീസും കുറച്ച് കുറവാണ്. അപ്പോൾ ഒരു ഈസി മെത്തേഡാണ്, ഒരു ഈസി എൻട്രി കിട്ടുന്ന ഒരു കോഴ്സാണ് ഈ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഫീൽഡിലെ കോഴ്സുകൾ എന്ന് പറയുന്നത്. പക്ഷേ ആഫ്റ്റർ ആ കോഴ്സിന് ശേഷം നമ്മളൊരു ജോലിയിലേക്ക് നോക്കി കഴിയുമ്പോൾ അവിടെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് ഒരു എസെൻഷ്യൽ ക്രൈറ്റീരിയ ആയിട്ട് വരുന്ന ഇഷ്ടംപോലെ ജോബുകളുണ്ട്. പക്ഷേ ആ ജോബുകളുടെ നമ്പർ വളരെ കുറവാണ്. ബാക്കി നമ്മളൊരു ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ വരുന്ന ജോബുകൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെല്ലാം ഒരു GCSE ലെവൽ അല്ലെങ്കിൽ +2 ലെവലൊക്കെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ജോലിയേ ഉള്ളൂ. പ്ലസ് നമുക്ക് ഒരു പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷനോ നല്ലൊരു CV ഒക്കെ എഴുതി നല്ലൊരു ഇന്റർവ്യൂവിന് നന്നായിട്ടൊന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ജോബുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും ഒരു എഡ്യൂക്കേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് ഈ കൈൻഡ് ഓഫ് ജോബുകൾക്ക്. പിന്നെ മറ്റൊരു ഇതൊരിക്കലും ഒരു ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വരുന്ന ജോബ് അല്ലാത്തത് കൊണ്ട് തന്നെ വിസ കിട്ടാനുള്ള സാധ്യതയും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര ഈസി ആയിട്ട് അതിനൊരു സ്പോൺസർഷിപ്പ് കിട്ടുക എന്നൊന്നും പറയുന്നത് പ്രാക്ടിക്കൽ ആവില്ല. കിട്ടില്ല എന്നല്ല, പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം, ഇപ്പൊ ഞാനിത് പറയുമ്പോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു പോയപ്പോ എനിക്ക് വന്നൊരു കമന്റ് ആണ്. അപ്പൊ ഇത്രയൊക്കെ റിസർച്ച് ചെയ്തിട്ട് വേണം കോഴ്സ് എടുക്കാനെന്ന് പറയുന്നിടത്ത് ഈ ഒരു കോഴ്സ് എടുത്തുകൊണ്ട് ഷെഫീൽ ഹലാം പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കല്ലേ വന്നതെന്ന്. ഞാൻ നമ്മുടെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന നമ്മുടെ വീഡിയോസ് കാണാറുള്ളവരൊക്കെ അറിയായിരിക്കും ഏറെക്കുറെ. ഞാൻ ആ സമയത്ത് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്ക് 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേഷൻ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് വേറൊരു കോഴ്സ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ഞങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും കൂടെയാണ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ടോ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ ജോബ് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ട വരും, അത്ര എളുപ്പമല്ല കിട്ടാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ആ കോഴ്സ് എടുത്തത്. പക്ഷെ ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും സെപ്പറേറ്റ് ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ഹസ്ബൻഡിന്റെ ജോബ് ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വരുന്ന ജോബായിരുന്നു. അപ്പം ഞങ്ങൾ അന്നോട്ടേ ഫോക്കസ് ചെയ്തിരുന്നത് ആ ഏരിയയിലാണ്. ദൈവം സഹായിച്ച് ഇതുവരെ ആ ഒരു പ്ലാനിങ്ങിന്റെ പുറത്ത് കാര്യങ്ങൾ പോയി. അപ്പോൾ എനിക്കതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ചെയ്തേ ഉള്ളൂ. അപ്പൊ അതാണ് മാനേജീരിയൽ കോഴ്സുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ബിസിനസ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഇത്രയും പറഞ്ഞതിന്റെ കാരണം ഞാൻ ആ ഫീൽഡിൽ നിൽക്കുന്നതായതുകൊണ്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടുമാണ്. നമ്മൾ ഏത് മാനേജീരിയൽ കോഴ്സ് എടുത്താലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്കില്ലും എബിലിറ്റിയൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇനി ഇങ്ങോട്ടുള്ള ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ ഒരു മാനേജീരിയൽ കോഴ്സ് എടുത്ത് വരാവുള്ളൂ. ശരിക്കും ആലോചിക്കുക, നമുക്ക് എത്രത്തോളം നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ സ്കില്ല് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്ട്രഗിൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ആ ഒരു കോഴ്സ് എടുക്കാവുള്ളൂ എന്നാണ് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളതും. ഒരു ഈസി മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഈസി വാക്യവർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാനുള്ള കാരണം. പിന്നെ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടൊന്ന് നോക്കുക. അതിനുശേഷം മാത്രം ഇവിടെ സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് മാത്രം എടുത്തു വരിക. പിന്നെ UK വരാൻ നിൽക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു ലോണൊക്കെ എടുത്ത് വരുമ്പോഴത്തെ ഉള്ള റിസ്കുകളും അതിന്റെ ഫാക്ടേഴ്സും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യണം.
പിന്നെ ലോൺ എടുത്ത് വരിക എന്നുള്ളത് മാത്രം ഒരു ഓപ്ഷൻ അല്ല. നമുക്കൊരു പല സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അതിനെക്കുറിച്ച് അത്രമാത്രം അവെയർ അല്ലെന്നേ ഉള്ളൂ. പല യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ 50% അല്ലെങ്കിൽ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകൾ വരെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചൊരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഈ സ്കോളർഷിപ്പുകളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ആ വഴിയും കൂടെയൊക്കെ ചിന്തിച്ചു നോക്കുക. പിന്നെ UK എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ഹബ്ബാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ അതില് ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുമ്പോഴാണ്, അവിടെ അത് ചൂസ് ചെയ്യാൻ പറ്റുക, അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്തേക്കുക. പല ടോപ്പ് യൂണിവേഴ്സിറ്റീസും ഉള്ളൊരു കൺട്രി തന്നെയാണ് UK. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ചു പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.